റമദാൻ കൊണ്ട് എന്ത് കരസ്ഥമാക്കി എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ശേഷിപ്പുണ്ടാകും, ബാക്കി ഉണ്ടാകും, തങ്ങി നിൽക്കണം. അതിന് ഈ റമദാൻ കൊണ്ട് നേടേണ്ട ഓഫറുകൾ എന്തൊക്കെയെന്ന് പഠിച്ച് അത് നേടാനുള്ള ശ്രദ്ധയുണ്ടാകണം. റമദാനിൽ പാലിക്കേണ്ട ആദാബുകൾ, മര്യാദകൾ പാലിച്ചുകൊണ്ട് റമദാനിൽ കഴിച്ചു കൂട്ടണം. എല്ലാറ്റിനും പുറമെ ഇതൊക്കെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുണ്ടാകും. ഇങ്ങനെ ധന്യമാക്കിക്കൊണ്ട് പോയാൽ ഇൻഷാ അല്ലാഹ് റമദാൻ കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ നേടാനൊക്കെ നമുക്ക് സാധിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂചിപ്പിച്ച പോലെ പ്രവാചക ചര്യ എന്ന വിഷയത്തിലാണ് ഏതാനും ചില കാര്യങ്ങൾ, വളരെ നീട്ടി സംസാരിക്കുന്നില്ല, ചില കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ സാക്ഷ്യം വഹിച്ച മറ്റൊന്നാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് തന്നെ നമ്മൾ അംഗീകരിക്കുന്നതാണ്. അംഗീകരിക്കുന്നതോടൊപ്പം അതിനനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിക്കും എന്ന പ്രതിജ്ഞയാണ് ആ ഷഹാദത്തിലുള്ളത്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിൽ ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം സാക്ഷിയാണ്. എൻ്റെ ജീവിതത്തിൽ അതിങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും എന്ന പ്രഖ്യാപനമാണ് നമ്മൾ ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നടത്തുമ്പോൾ സത്യത്തിലുണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് അവിടത്തെ നമ്മൾ വിശ്വസിക്കണം? ആദ്യം നമ്മൾ അറിയേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. നമുക്കെല്ലാം അറിയാം, നാം വിശ്വസിക്കുന്നതാണ്. എന്നാലും ഒന്ന് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. എങ്ങനെ, എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു? നമ്മൾ ചെറുപ്പത്തിലെ ഒരു മുസ്ലിം വീട്ടിൽ ജനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനിച്ച മുസ്ലിം വീട്ടിലായതുകൊണ്ട് ആ വീട്ടുകാരൊക്കെ ആശയം സ്വീകരിക്കുന്നുണ്ട്, അങ്ങനെ പോരുന്നു. ഇതാണ് ഉത്തരം. അതൊരു കാരണമായി, അത് നമുക്ക് ഇസ്ലാം ലഭിക്കാൻ ഒരു നിമിത്തമായി, സബബായി. പക്ഷേ എന്തുകൊണ്ട് നാം അത് വിശ്വസിക്കുന്നു ചോദിച്ചാൽ അത് യാഥാർത്ഥ്യമാണ്, അതുകൊണ്ട് വിശ്വസിക്കുന്നു എന്നാണ് ഉത്തരം. നമുക്കറിയാം, ഇപ്പോൾ വിശുദ്ധ ഖുർആനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് യുക്തിവാദികളുടെ പേര് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇന്ന് പുതിയ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകാലം മുസ്ലിം ആയിരുന്നു, പിന്നെ ഇന്ന് റിട്ടയർ ചെയ്ത ടീമാണ്, അല്ലെങ്കിൽ ആ നിരക്ക് അത് ഒഴിവാക്കി പോയ ടീമാണ് എന്ന് പറയുന്ന ഒരു ടീം അല്ലേ. നമ്മൾ എക്സ് ഗൾഫ് എന്ന് പറയും, മുമ്പ് ഗൾഫിലായി, ഗൾഫ് ഒഴിവാക്കി പോകുന്നതാണ്. അതുപോലെ എക്സ് മിലിറ്ററി ഉണ്ട്, മിലിറ്ററി സർവീസിലായിരുന്നു, അത് ഒഴിവാക്കി പോകുന്നത്. എന്നമാതിരി എക്സ് മുസ്ലിം, മുമ്പ് മുസ്ലിം ആയി, അത് ഒഴിവാക്കി പോകുന്നതാണ്. ഈ മുസ്ലിം എന്നുള്ള പേരിന് ഇവർക്ക് വലിയ അലർജിയാണ്. ആ പേരിൻ്റെ കൂടെ എക്സ് മുസ്ലിം എന്ന് പറയും ചെയ്യും. ഒരാൾ നല്ല ഭ്രാന്ത തീർച്ചയാക്കി, നല്ല പെരുംഭ്രാന്ത്. അപ്പോൾ നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് എടുത്ത് ഭ്രാന്തൊക്കെ മാറി. പിന്നെ ഇയാൾ പരിചയപ്പെടുന്നു പറയും, ഞാൻ എക്സ് ഭ്രാന്തനാണ്, ഞാനൊരു എക്സ് ഭ്രാന്തനാണെന്ന് പറയും. മുമ്പ് ഭ്രാന്തൻ ഇപ്പോൾ മാറിയും ഇല്ല, അയാൾ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നമാതിരി മുസ്ലിം എന്നുള്ള പറ്റാത്ത സംഗതിയാണെങ്കിൽ പിന്നെ അത് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ആവശ്യമുണ്ടാകും. അപ്പോൾ അത് നമ്മളൊന്ന് കുത്താനാണ്, ഒന്ന് ആ നിലയ്ക്ക് ഇടങ്ങാറാക്കാനാണ്. ഏതായിരുന്നാലും ആ ടൈപ്പ് ഒക്കെ അങ്ങനെയുള്ള പല ആൾക്കാരും ഇങ്ങനെ സംശയം, സോഷ്യൽ മീഡിയയിൽ സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നത് ബോധ്യപ്പെടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മുസ്ലിങ്ങൾ അല്ലാത്തവർ തന്നെ രചിച്ചത് ഇവിടെയുണ്ട്.
അത് പരിശോധിച്ചാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നതിന് മുമ്പ് ജീവിച്ച ആളല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച സമയത്ത് ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെ അരികിൽ പോയി വിദ്യ നേടിയത് എവിടെയും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ഉസ്താദിന് ആരും പറയുന്നില്ല. പിന്നെ എവിടുന്ന് അദ്ദേഹത്തെ ഈ ഖുർആൻ അവിടുത്തെ നാവിലൂടെ ജനം കേട്ടു. ആ ഖുർആന്റെ അത്ഭുതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സംശയമില്ലാതെ ബോധ്യപ്പെടാൻ, സംശയിപ്പിക്കുന്ന ആളുകളുടെ മുനയൊടിക്കാൻ, വാദത്തിന്റെ മുനയൊടിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ മതി. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഇപ്പോ ഇസ്ലാമിലേക്ക് കുറെ ആളുകൾ കടന്നു വരാൻ നിമിത്തമായ ഒരു ആയത്താണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ എന്നായ ഈ രണ്ടാമത്തെ വചനം. അതായത് മനുഷ്യനെ അല്ലാഹ് അലഖിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അലഖ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ അർത്ഥം പറയും എന്ത്? ഭ്രൂണം എന്ന്. ഇന്ന് ഭ്രൂണം എന്നർത്ഥം പറയും. യഥാർത്ഥത്തിൽ അലഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം. അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ്. ഈ അട്ടയുണ്ടല്ലോ, അട്ട, അതിനെ അലക്ക് എന്ന് പറയും അറബിയിൽ. കാരണം അതിങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലഡ് കുടിക്കുന്നതനുസരിച്ച് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ, അതിനെ അലക്ക് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു സ്റ്റേജ് മനുഷ്യൻ ജന്മമെടുക്കുന്നതിനിടയിൽ ഗർഭാശയത്തിൽ ഉണ്ട് എന്ന് ഇന്ന് സ്കാനിങ് സംവിധാനങ്ങൾ വികസിച്ച കാലത്ത് ആരും പറഞ്ഞറിയിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഇതെന്നാണ് പറയുന്നത്? ഈ ഖുർആന് എത്ര പഴക്കമുണ്ട് എന്നത് ഈ പറഞ്ഞ എക്സ് മുസ്ലിം ആണെങ്കിലും യുക്തിവാദികളാണെങ്കിലും ഏത് ലേശം ഒരു ചരിത്രബോധമുള്ള എല്ലാവരും സമ്മതിക്കുന്നതാണ്. 1400 വർഷത്തെ പഴക്കമായി ഉണ്ട്, അതിന് സംശയം, അതിനാരും തർക്കിക്കുന്നില്ല. എന്നാൽ ആ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറയുന്നത്. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നല്ല, ആ അറേബ്യൻ പ്രദേശത്ത് എന്നല്ല, ലോകത്ത് എവിടെയും ഈ ഒരു സ്കാനിങ് സിസ്റ്റം ഇല്ല. പിന്നെ എങ്ങനെ ഗർഭാശയത്തിൽ ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ട് എന്ന് അന്ന് പറയും? ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന്, അത് ഓതി കേൾപ്പിച്ച പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണെന്ന് നിഷ്പക്ഷമായി പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന ഒരു തെളിവാണ്. ഒന്നുകൂടെ പറയാം അതിന്റെ ചേർത്ത്. വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ ഗർഭത്തിലെ അവസ്ഥകളെ കുറിച്ച് പറയുന്നിടത്ത് മുദ്ഗ എന്ന് പറയുന്ന ഒരു പ്രയോഗം. മുദ്ഗ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മളിന്ന് മാംസപിണ്ഡം എന്നൊക്കെ അർത്ഥം പറഞ്ഞ് പോവാ. ശരിക്കും അർത്ഥം എന്താ അറിയാം? മലഹ എന്ന് പറഞ്ഞാൽ ചവച്ചു എന്നർത്ഥം. ചവച്ചു, ഒരു മാംസ കഷ്ണം വായിലിട്ട് ചവച്ച് പുറത്തെടുത്താൽ, അതിനെ കടിച്ചിട്ട് പുറത്തെടുത്താൽ അതിന് പല്ലിന്റെ അടയാളങ്ങൾ ഉണ്ടാവും. നമ്മൾ ചുയിങ്കം കടിച്ചിട്ടൊക്കെ പുറത്തെടുത്താൽ അതിന്റെ പല്ലിന്റെ അടയാളം ഉണ്ടാവും. ഇതുപോലെ പല്ലിന്റെ അടയാളങ്ങൾ വീണ പോലെ, പല്ലിന്റെ അടയാളമല്ല, പല്ലിന്റെ അടയാളങ്ങൾ പതിഞ്ഞ പോലുള്ള ചില അടയാളങ്ങൾ ഉള്ള ഒരു സ്റ്റേജ് ഈ ഗർഭത്തിലുണ്ട്. ഇന്നത്തെ സ്കാനിങ് സംവിധാനത്തിൽ നമുക്ക് ഗൂഗിൾ ചെയ്താൽ ഉടനെ കിട്ടുന്ന സംഗതിയാണ്, ഇമേജാണ്. ഇന്ന് ഗൂഗിൾ ചെയ്താൽ AI സംവിധാനത്തിൽ ജസ്റ്റ് ഒന്ന് സെക്കൻഡുകൾ കൊണ്ട് വേണമെങ്കിൽ അത്ര ഇമേജസ് നമ്മുടെ സ്ക്രീനിലെത്തും. പക്ഷെ ഇതെന്നാ പറഞ്ഞത്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്ത, ഇന്നത്തെ സ്കാനിങ് സംവിധാനം ഇല്ലാത്ത, ഈ പറഞ്ഞ ഒരു സാധനം ഇല്ലാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് പറയുന്നത്? ഇങ്ങനൊരു അവസ്ഥ മനുഷ്യൻ ജന്മമെടുക്കുന്നതിൽ ഉണ്ട് എന്ന്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായി, ലോകത്തെവിടെയില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായി ഒരു സ്കാനിങ് സംവിധാനം ഉണ്ടായിരുന്നോ? എങ്ങനെ പറഞ്ഞു? എല്ലാം അറിയുന്ന റബ്ബിന്റെ വചനമാണ്. ഇത്തരം വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോണ്ടല്ലോ മനസ്സറിഞ്ഞ് കണ്ണീർ പൊഴിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറയും. കാരണം ഖുർആന്റെ ആളുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ട്. ഒന്നുകൂടെ, മുമ്പ് മലപ്പുറത്ത് നടന്ന ഒരു സംവാദം, ഇമാം അക്ബർ സാഹിബ് ഒരു യുക്തിവാദിക്ക് നടന്ന സംവാദം നമുക്കറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ചർച്ചയ്ക്ക് വന്നൊരു ആയത്ത്, അതായത് കടലിന്റെ ആഴിയിൽ ഇരുട്ടാണ് എന്ന്. കടലിന്റെ ആഴിയിൽ ഊരിയിട്ട് എത്രത്തോളം വെച്ചാൽ കൈ പുറത്തേക്ക് എടുത്താൽ കാണൂല.
നമ്മൾ സാധാരണ നമ്മള് പുഴയിൽ അല്ലെങ്കിൽ കുളത്തിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ മുങ്ങിയിട്ട് കണ്ണു തുറന്ന് കണ്ണു നോക്കിയ കൈ കാണും, ഈ വെള്ളം കാണും. നമ്മളിപ്പോൾ ഈ കടൽ ഇപ്പോൾ കോഴിക്കോടോ ബേപ്പൂരോ അവിടെയൊക്കെ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ കടലിൽ മുങ്ങാൻ പറ്റിയ ഒരാളെ കടലവിടെ ഇങ്ങനെ പോയി മുങ്ങിയാൽ തുറന്നാൽ കാണും. എന്നാൽ കുറെ മീറ്ററുകൾ ആഴത്തിൽ, കുറച്ചധികം ആഴത്തിലേക്ക് ചെന്നാൽ കട്ട പിടിച്ചിട്ട് കൈ ഇങ്ങനെ പുറത്തിട്ട കാണൂല എന്ന ഖുർആൻ പറഞ്ഞു. ശാസ്ത്രം ഇന്ന് തെളിയിച്ചു. ഈ സൂര്യന്റെ പ്രകാശം എത്താത്ത ഘോരമായ ഇരുട്ടുണ്ട് എന്ന് എന്ത് ചെയ്തു? ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്നാ പറഞ്ഞത്? 1400 വർഷങ്ങൾ മുമ്പ്. അന്ന് ലോകത്തെവിടെ മുങ്ങിക്കപ്പറ ഈ സംവിധാനമില്ല. ആ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കൂരിരുട്ട്, ആ കടലിന്റെ ആഴിയിലൂടെ പോയി ഇങ്ങനെ വന്നിട്ട് അവിടെ നല്ല ഇരുട്ടാണ് എന്ന് കണ്ടറിഞ്ഞ് വന്ന ആൾക്കാരുടെ പറയാനുള്ളതോ സംവിധാനം ഉണ്ടായിരുന്നോ? ഒരാൾക്ക് ലോകത്തെ സംവിധാനം ഇല്ലാത്ത കാലത്ത് അത് അൽഹംദുലില്ലാ. നോക്കികള് അന്ന് എത്ര നിയമത്താണ് നമ്മൾ ചെയ്തത്. വേറെ എന്ത് പ്രശ്നവും പ്രയാസം ഉണ്ടായിക്കോട്ടെ, അസുഖവും വേദനയും മറ്റു ടെൻഷനോ പലതും ഉണ്ടായിക്കോട്ടെ, ഈ ഖുർആന്റെ അഹിലുകാരാക്കിയില്ല നമ്മളെ. അൽഹംദുലില്ലാ. മറ്റു സൂറത്ത് നൂറുൽ ഖുർആന്റെ മറ്റൊരു പ്രയോഗം, വേറെ സ്ഥലത്ത് അല്ലാഹു തആല പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വഴികേടിലാക്കി, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം അയാൾ വഴികേടിലായി. അങ്ങനെ വഴികേടിലായിട്ട് പിന്നെ സൂറത്തുൽ അൻആമിൽ വഴികേടിലായിട്ട് അയാളെ മനസ്സ് ആ സമയത്ത് എന്തായിരിക്കുന്നല്ലോ, ഇടുങ്ങിപ്പോ കുടുസായി ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഫീൽ അയാൾക്കുണ്ടോ. എന്നിട്ട് അല്ലാഹു അതിനെ ഉപയോഗിക്കുന്ന ഒരു രംഗം ഇങ്ങനെ, മേലോട്ട് കയറിപ്പോകുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന അനുഭവം പോലെ, അതുപോലെയാണ് മനസ്സ്, നെഞ്ചകം ഇങ്ങനെ ഇടുങ്ങും, ഒരു ശ്വാസം വിടുന്ന ഫീല് വരും. ആർക്ക്? വഴികേടിലായ മനുഷ്യൻ. പക്ഷേ ഈ വഴികേടിലായ മനുഷ്യനുണ്ടാകുന്ന ആ ഒരു അവസ്ഥയെ ഖുർആൻ സദൃശ്യപ്പെടുത്തുന്നത് മേലോട്ട് കയറിപ്പോകുന്ന ആൾക്കുണ്ടാകുന്ന നെഞ്ചിലെ ഇടുക്കവും പ്രയാസവും ആ ഒരു ഇടുസതയും കുടുസതയും ശ്വാസം മുട്ടുന്ന അവസ്ഥയുമാണ്. മേലോട്ട് പോയാൽ ശ്വാസം മുട്ടും, ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ല എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചു. ഇപ്പം ഗൂഗിൾ ചെയ്താൽ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മൈൽ മേലോട്ട് പോയാലാണ് അതിന്റെ പരിധി എന്നുള്ളത് ഇപ്പൊ ഗൂഗിൾ ചെയ്താൽ ഒരു സെക്കൻഡുകൾ കൊടുക്കും. ഇതെന്നാ പറയുന്നത്? അതതിന് പോയിന്റ്. ഇതെന്നാ പറയുന്നത്? ലോകത്തെവിടെയും വിമാനമില്ലാത്ത, വ്യോമയാന സംവിധാനങ്ങളില്ലാത്ത, പറക്കാനുള്ള സംവിധാനങ്ങളില്ലാത്ത ആ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായി അവിടെയൊക്കെ മേലോട്ട് പറന്നുപോയി. ഇത്ര ഉയരത്തിൽ പോയാൽ ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് അവിടെ ചെന്നാൽ ഇങ്ങനെ നെഞ്ചിന് ഇടുസത വരും, കുടുസത വരും, ശ്വാസം മുട്ടുന്ന അനുഭവം ഉണ്ടാകും, ശ്വാസം മുട്ടിപ്പോകും എന്ന് പോയി കണ്ട് അനുഭവിച്ച് പറഞ്ഞു വരാൻ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എല്ലാം അറിയുന്ന ഈ പ്രപഞ്ചം പടച്ച ഈ പറഞ്ഞ ഓരോ ലെയറുകളും, അന്തരീക്ഷത്തിലെ ലെയറുകളും പടച്ച ലോകത്തിന്റെ സക്കാവിന്റെ വചനമാണ് ഖുർആൻ. അത് ഓതി കേൾപ്പിച്ച ആളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സംശയവും ഇല്ലാതെ വിശ്വസിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഒരു സൂചന മാത്രമാണ്. ഇതുപോലെ നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മനസ്സറിഞ്ഞ് നമ്മൾ പറയും അൽഹംദുലില്ലാ, ഈ ഒരു മാർഗത്തിൽ നമ്മെ അല്ലാഹ് ആക്കിയല്ലോ, അൽഹംദുലില്ലാ. ശരി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് 23 വർഷക്കാലം ജീവിച്ച് കാണിച്ചു. അല്ലാഹു തആല നമ്മളെ ഇവിടെ സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്വർഗം സൃഷ്ടിച്ചു, നരകം സൃഷ്ടിച്ചു. ഇന്ന രൂപത്തിൽ ജീവിച്ചാൽ സ്വർഗത്തിലെത്താം, ഇന്ന രൂപത്തിൽ ജീവിച്ചാൽ നരകത്തിലാണ് എന്ന് അല്ലാഹു പറഞ്ഞു. അവിടെ നിർത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു മോഡൽ കാണിച്ച്, ഒരു മാതൃക കാണിച്ചില്ല. ഇങ്ങനെതാ ഈ വ്യക്തിയെ പോലെ ജീവിച്ചോളൂ, സ്വർഗത്തിൽ പോവാം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹനെ കാംക്ഷിക്കുന്നവർക്ക്, വൽ യൗമൽ ആഖിർ, അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുന്നവർക്ക്,
വദക്കറല്ലാഹ കസീറ, അള്ളാഹനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട് എന്ന്. അപ്പൊ ആ മാതൃക പഠിപ്പിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത്. 23 കൊല്ലം അവർ ജീവിച്ച് കാണിച്ചു. 13 കൊല്ലം മക്കത്തും 10 കൊല്ലം മദീനയിലും എന്ന് പറഞ്ഞാൽ ആ ഹിജ്റക്ക് മുമ്പുള്ള 13ഉം ശേഷമുള്ള 10ഉമായിട്ട് അവിടുന്ന് കാണിച്ചു, ഈ ജീവിതം കാണിച്ചു. എന്നിട്ട് അത് ആ ജീവിതം മാതൃകാ ജീവിതം, അതാണ് നബി ആ പ്രവാചകൻ ചര്യ മാതൃകയാണ് എന്ന് പറയുന്നത്. ആ മാതൃക നാം പിൻപറ്റണം. നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, ന്യൂനപക്ഷമാണെങ്കിലും എന്താ വെച്ചാല് പ്രവാചക ചര്യ സ്വീകരിക്കേണ്ടതുണ്ട്. ഖുർആൻ മാത്രം, ഈ പറഞ്ഞ ഖുർആൻ ഉണ്ടല്ലോ അത് മാത്രം പോരെ, എന്തിനാ ഖുർആൻ സ്വീകരിക്കുന്നത് എന്നൊരു ചിന്താഗതി. അത് കുറച്ച് മുമ്പ് തുടങ്ങിയാണ് ചില ആൾക്കാർ. അതിങ്ങനെ ഒരു ഫാഷനായിട്ട് ഇങ്ങനെ വരും. സത്യത്തിൽ ഒരാള് ഞാൻ ഹദീസ് ഒന്നും സ്വീകരിക്കൂല, ഖുർആൻ ഫുള്ള് സ്വീകരിക്കും എന്ന് പറയുന്ന ആള് സത്യത്തിൽ ഖുർആൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരാൾ പറയും ഞാൻ വാപ്പ പറഞ്ഞൊക്കെ കേൾക്കും, ഒരാൾ പറയും, പക്ഷെ ഈ വാപ്പ പറഞ്ഞ പല സംഗതികളും സ്വീകരിക്കുന്നില്ല. വാപ്പ പറയണ എന്റെ ഉമ്മാനെ അനുസരിക്കട്ടോ, വാപ്പ പറഞ്ഞു. ഉദാഹരണം പറയാം, ഉമ്മാനെ അനുസരിക്കണം എന്ന് വാപ്പ മോനോട് പറഞ്ഞു. ഈ ഉമ്മാനെ ഈ മോ അനുസരിക്കാതെ വാപ്പാനെ അനുസരിക്കുന്ന നടക്കണേ. കാരണം വാപ്പ എന്താ പറയുക, വാപ്പാനെ ഫുള്ള് അനുസരിക്കുന്ന, വാപ്പ എന്താ പറയുക ഉമ്മാനെ അനുസരിക്കുന്നത്. അത് ഉദാഹരണം പറയല്ലോ കേട്ടോ, കമ്പയർ ചെയ്യല്ല, മനസ്സിലാൻ വേണ്ടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖുർആൻ എന്ന് പറഞ്ഞൊക്കെ ഞാൻ അനുസരിക്കുന്ന പറയാം, ഹദീസ് ഒന്നും എടുക്കൂല എന്നും പറയാം. ആ ഖുർആനിലാണ് പറഞ്ഞത് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അല്ലാഹ് നിങ്ങൾ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇങ്ങനെ ആയത്ത്, എത്ര ആയത്ത്, ലാ യുഅ്മിനു അഹദുക്കും എന്നിങ്ങനെ പറഞ്ഞ ആ രീതിയിൽ. പിന്നെ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. ഇങ്ങനെ തുടങ്ങി ധാരാളം ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം ഖുർആൻ പറയും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഖുർആൻ ഞാൻ ഫുള്ള് സ്വീകരിക്കുന്ന ആൾ പറയണമെങ്കിൽ ആ ഖുർആൻ പറഞ്ഞ പ്രവാചകനെ എന്ത് ചെയ്യണം, അനുസരിക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഖുർആൻ അനുസരിക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ ഞാൻ ഫുള്ള് സ്വീകരിക്കുക എന്ന് പറയല് പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ വാദം മാത്രം, എന്ത് ഞാൻ ഖുർആൻ ഫുള്ള് സ്വീകരിക്കും, മറ്റേ ഹദീസ് കൊടുക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കില്ല എന്നാണ്. ഓക്കെ, അപ്പൊ അത് സ്വീകരിക്കണം. ഞാൻ സ്വീകരിക്കാൻ ഞാൻ ഒരു പ്രശ്നം എന്താണ്, പ്രവാചക ചര്യ സ്വീകരിക്കാൻ ഞാൻ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഇബാദാത്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നിസ്കരിക്കണം, അഖീമുസ്സലാ അല്ലദീന യുഖീമൂന സ്വലാ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഖുർആൻ. നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തുന്നവർ എന്നൊക്കെ പ്രയോഗം. പക്ഷെ എങ്ങനെ നിസ്കരിക്കേണ്ടത്, എങ്ങനെ തുടങ്ങേണ്ടത്, ഒരു ഇബാദത്താണല്ലോ. അപ്പൊ എങ്ങനെ തുടങ്ങേണ്ടത്, എങ്ങനെ അവസാനം രൂപം ഉണ്ടാവില്ലേ, അത് ഖുർആനുണ്ടോ? ഇല്ല. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, ഈ ഖുർആൻ നബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് ഈ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കണം, അതുകൊണ്ട് അങ്ങക്ക് തന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ എല്ലാവർക്കും ഓരോരുത്തരും ഇങ്ങനെ കിട്ടുന്നല്ലോ. ഇതിപ്പോ അള്ളാഹ് ഓരോ നമുക്ക് അള്ളാഹ് കഴിയില്ല. അള്ളാഹ് സിസ്റ്ററിന്റെ അടുത്ത് എന്താ, അതൊരു വിശദീകരണം ആവശ്യം. അപ്പൊ ആ വിശദീകരണം ആര് തരും? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തരും. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അറിയിച്ചു കൊടുക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കും. ഈ ഒരു സിസ്റ്റമാണ് അള്ളാഹ് എടുത്തത്. അതാണ് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതീർണമായ ആ ഗ്രന്ഥം എന്ത് നിങ്ങൾക്ക് തന്നത്, ലിതുബയ്യിന, നബിയെ നിങ്ങൾ വിശദീകരിച്ച് ബയാൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ജനങ്ങൾക്ക്.